അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞ ദണ്ഡരാജചരിതം നമുക്ക് കേൾക്കാം. ദണ്ഡരാജചരിതം. സൂര്യവംശത്തിൽ പണ്ട് ഇക്ഷ്വാകു എന്നൊരു രാജശ്രേഷ്ഠനുണ്ടായി. ഇക്ഷ്വാകുവിന് 100 പുത്രന്മാരുണ്ടായി. അവരിൽ ഇളയവനാണ് ദണ്ഡൻ. പണ്ഡിതനായ പിതാവ് ദണ്ഡന്റെ ഭാവി ജീവിതം പ്രയാസം നിറഞ്ഞതായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞു. അതുകൊണ്ട് വിന്ധ്യാപർവ്വതത്തിന്റെ സാനുപ്രദേശത്ത് 100 യോജന വിസ്താരമുള്ള ഒരു രാജ്യം നിർമ്മിച്ചു. പിതാവ് ദണ്ഡനെ ആ രാജ്യത്തിൽ വാഴിച്ചു. അവിടെ ശുക്രാചാര്യനെ ഗുരുവാക്കി. ദണ്ഡൻ വളരെ കാലം സുഖമായി ജീവിച്ചു. കുറെ കാലം അങ്ങനെ കഴിഞ്ഞിട്ട് ദണ്ഡൻ ചൈത്രമാസത്തിൽ ഒരു ദിവസം ഗുരുവിനെ കണ്ടു വണങ്ങാനായി ശുക്രന്റെ ആശ്രമത്തിലേക്ക് പോയി. ആശ്രമമുറ്റത്ത് കളികളിൽ മുഴുകി നിന്ന ഒരു കന്യകയെ കണ്ടു. ദണ്ഡൻ കാമാർത്തനായി തന്റെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ കന്യക പറഞ്ഞു, "നീ അധർമ്മം പറയരുത്. എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അദ്ദേഹം എന്നെ നിനക്ക് തരും. ഒരു പ്രയാസവുമില്ല. അതല്ലാതെ നീ എന്നോട് അന്യായം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്റെ പിതാവ് തീർച്ചയായും നിന്നെ നശിപ്പിക്കും." കന്യക ഇങ്ങനെ പറഞ്ഞത് വകവയ്ക്കാതെ ദണ്ഡൻ അവളുടെ നേർക്ക് ബലപ്രയോഗം നടത്തി. ദുഃഖിതയായി അവൾ ആശ്രമപ്രദേശത്ത് നിൽക്കവേ ദണ്ഡൻ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. ദുഃഖിതയായി നിൽക്കുന്ന പുത്രിയെ കണ്ട് ശുക്രാചാര്യർ ശോകത്തോടും കോപത്തോടും കൂടി പറഞ്ഞു, "ദണ്ഡനും സൈന്യങ്ങളും ഭണ്ഡാരവും നഗരവും വീടുമെല്ലാം 7 ദിവസം ധൂളിവർഷമുണ്ടായി ഭസ്മമായി പോകട്ടെ. മകളെ, ഈ തടാകത്തിന്റെ തീരത്ത് പോയി പാർക്കുക. നീ തടാകത്തിന്റെ തീരത്ത് പോയി പാർക്കുക. പൊടിമഴ കൊണ്ട് അവിടെ ഹാനിയൊന്നും ഉണ്ടാകുകയില്ല." അനന്തരം ശുക്രാചാര്യൻ നാട്ടിൽ വാഴുന്ന ബ്രാഹ്മണരെയും താപസന്മാരെയും എല്ലാം നാട്ടിൽ നിന്ന് അകലെ ഒരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ആചാര്യനും നാട്ടിൽ നിന്ന് അകന്നു മാറിപ്പാർത്തു. ഇന്ദ്രൻ നിരന്തരമായി പൊടി വർഷിച്ചു. ദണ്ഡനും രാജ്യവുമെല്ലാം നശിച്ചു. ദണ്ഡരാജ്യം വനമായി മാറി. അവിടമാണ് ദണ്ഡകാരണ്യമെന്ന് പറയപ്പെടുന്നത്. ജനസ്ഥാനമെന്നു കൂടി അതിനു പേരുണ്ട്. ദണ്ഡന്റെ കഥയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സന്തോഷമായി സംസാരിച്ചിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. സന്ധ്യാവന്ദനത്തിന് സമയമായി. രാത്രിയിൽ ഫലമൂലാദികൾ ഭക്ഷിച്ചിട്ട് മഹർഷി ശ്രീരാമനോട് പല കഥകളും പറഞ്ഞിരുന്നു. സൂര്യോദയ വേളയിൽ സന്ധ്യാവന്ദനം നടത്തിയിട്ട് ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയുടെ പാദകമലങ്ങളെ വണങ്ങി. മഹർഷിയോട് യാത്രാനുമതി തേടിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പുഷ്പകത്തിലേറി അയോധ്യാപുരിയിൽ വീണ്ടും വന്നെത്തി. ഭരതനോടും ലക്ഷ്മണനോടും ശ്രീരാമൻ തന്റെ യാത്രയുടെ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. കൃതാർത്ഥരായ അനുജന്മാരെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് രഘുനാഥൻ പറഞ്ഞു അശ്വമേധ മഹാത്മ്യം.